Some places leave you speechless. Rajasthan is one of them. രാജസ്ഥാനിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജയ്പൂർ, ദ പിങ്ക് സിറ്റി. ജയ്പൂരിലെ വീഥികൾ തിരക്കേറിയതാണ്. അവിടെ കൊട്ടാരങ്ങളും മാർക്കറ്റുകളും ജനങ്ങളും എല്ലാം ഒരുമിച്ച് കാണാം. ജയ്പൂരിൻ്റെ ഭംഗി അത് നേരിട്ട് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അടുത്തത് സിറ്റി പാലസ്. ജയ്പൂരിലെ പ്രധാന കൊട്ടാരം സിറ്റി പാലസ്. കാണുമ്പോൾ തന്നെ അവിടുത്തെ രാജകീയത നമുക്ക് മനസ്സിലാവും. സിറ്റി പാലസിന് മുന്നിലുള്ള പ്രാവിൻകൂട്ടങ്ങൾ അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. 1727 നിർമ്മിച്ച സിറ്റി പാലസ് രാജവംശത്തിന്റെ താമസവും ഭരണകേന്ദ്രവുമായിരുന്നു. ഇന്നും അതിന്റെ കെട്ടിടങ്ങളും അകത്തെ വഴികളും പല തലമുറകളുടെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്നു. പാവകൾ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, പാവക്കൂത്ത്, പാവക്കളി. പാവക്കളി ജയ്പൂരിന്റെ ഒരു പഴയ കലാരൂപം. കലാകാരന്മാർ വിവിധ തരത്തിലുള്ള ഡോളുകൾ ചലിപ്പിച്ച് കഥ പറയുന്നു. നൃത്തവും സംഗീതവും ഒക്കെ ചേർന്ന ഒരു സജീവമായ അനുഭവമാണ് പാവക്കളി. ആംബർ ഫോർട്ട്, പഴയകാല രാജവംശത്തിന്റെ ശക്തിയും ഭംഗിയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന സ്ഥലം. ഇവിടെ എത്തുമ്പോൾ ചരിത്രം നേരിട്ട് കാണുന്നതായി തോന്നും. ഇത് അടിപൊളി വ്യൂ അല്ലേ. ഞങ്ങൾ ആംബർ ഫോർട്ടിന്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ ട്രെക്കിംഗ് എന്ന വിധം തോന്നുന്ന കയറ്റമാണ്. ചൈന വൻമതിൽ പോലത്തെ സ്റ്റെപ്പാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ചൈന വൻമതിൽ പോയിട്ടില്ല, പക്ഷെ അതുപോലത്തെ സ്റ്റെപ്പ്. ഇതേതാ വെള്ളാട്ട പോക്കറ്. നമ്മൾ നാട്ടിലെത്തുമ്പോഴേക്കും മെലിഞ്ഞു. വാ, നല്ല വിഷമം തോന്നുന്നു കാണുമ്പോ.
ആനകളെ കൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ ഓടെടുത്തിട്ട് ഇങ്ങനെ ഇത്രയും വലിയ കയറ്റം 200 സ്റ്റെപ്സ് ഉണ്ട്. ആനകളെ മൊത്തം എടുത്തിട്ടാണ്. അത് ശരിക്കും അതൊരു ക്രൂവൽറ്റി. 200 സ്റ്റെപ്സ് ആയോ? ഞാൻ എണ്ണീര. ഞങ്ങൾ അവസാനം മുകളിലെത്തി. അവിടെ ടൂറിസ്റ്റുകളുടെ ഏറെ തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന പോലെ രാജാവ് പബ്ലിക് ആയിട്ടില്ല അനൗൺസ്മെന്റ്സും ബർത്ത്ഡേസും സെലിബ്രേറ്റ് ചെയ്യാം. ഇവിടുത്തെ ചുമരുകൾ, തൂണുകൾ, ഗോപുരങ്ങളെല്ലാം തന്നെ 16-ാം നൂറ്റാണ്ടിലെ രാജവംശകാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതിന്റെ അകം ഉണ്ടാക്കിയത് ക്രീം മാർബിളും ഉണ്ടാവും. ആംബർ ഫോർട്ടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളും മലനിരകളുമെല്ലാം വളരെ വ്യക്തമായി കാണാം. ജയ്പൂരിന്റെ കാഴ്ചകളും ചരിത്രവുമെല്ലാം മനസ്സിൽ ഇടം നേടി കഴിഞ്ഞിരിക്കുന്നു. This is the blue city of Rajasthan, Jodhpur. ജോധ്പൂരിന്റെ മുകളിൽ നിന്ന് ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന കോട്ട മെഹ്റാംഗ ഫോർട്ട്. പല കാരണങ്ങളാൽ ലോകപ്രശസ്തമാണ് ഈ സ്ഥലം. അതിലൊന്നാണ് ദ ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന ഹോളിവുഡ് മൂവിയുടെ ചില ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചത്. അവിടെ രണ്ടുപേർ ചേർന്ന് രാജസ്ഥാനിന്റെ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് എന്തോ വായിക്കുന്നുണ്ടായിരുന്നു. സംഗീതത്തിൽ കമ്പമുള്ള അമ്മു അവരോടൊപ്പം ചേർന്ന് പാടാൻ തുടങ്ങി. മെഹ്റാംഗ ഫോർട്ടിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ മുങ്ങിയ ജോധ്പൂർ സിറ്റി കാണാം. പഴയകാലത്ത് വീടുകളെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നീല നിറം പൂശിയിരുന്നത്. എന്നാൽ ഇന്നത് ജോധ്പൂരിന്റെ ഒരു അടയാളമായി മാറിയിരിക്കുന്നു. ജയ്സൽമീർ, രാജസ്ഥാനിന്റെ ഏറ്റവും മനോഹരമായ മുഖം. മണൽക്കൂനുകളുടെ ഇടയിൽ സ്വർണം പോലെ തിളങ്ങുന്ന നഗരം. ജയ്സൽമീർ ഫോർട്ട് ലോകത്തിന്നും ജനവാസമുള്ള വിരളമായ കോട്ടകളിലൊന്ന്. വീടുകൾ, കടകൾ, ആളുകൾ എല്ലാം കോട്ടയ്ക്കുള്ളിൽ തന്നെ.
നമുക്ക് സ്ട്രീറ്റ്സും ഉണ്ട്, ഒരുപാട് അമ്പലങ്ങളും ഉണ്ട്. एक को कितना? दोनों मिला के 250. ഗോൾഡൻ ഫോർട്ട് എന്നൊരു വിളിപ്പേരും ഇതിനുണ്ട്. സ്വർണ്ണ നിറത്താലുള്ള മണൽക്കല്ലുകളാലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യന്റെ വെളിച്ചത്തിൽ ഈ കോട്ട ഒരു സ്വർഗം പോലെ തിളങ്ങുന്നതായി കാണാം. നമ്മൾ അടുത്തിനി പോകുന്നത് ജയ്സൽമീർ ഡെസേർട്ടിലോട്ടാണ്. ഓക്കെ, അത് ഇവിടുന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വല്ല ബൈക്ക് റെൻ്റ് ഇട്ട് നോക്കണം. My name is Dinesh. I start this of 2006, first rental company in Jaisalmer. Okay. And many tourists come to Jaisalmer and you take the bike. Bike is cheap and best, and you can go everywhere. Maybe you go to Shamshan Dune, you go to Lodorwa, Kuldra, Kaba Fort, and you can see the city siding, you can look visiting. Nice. Bike is cheap, and I have a lot of bikes. Himalayan bike, Meteor, Thunderbird, Classic, Avenger, Xpulse, Scooty. ഞങ്ങൾക്കുള്ള ബൈക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി മരുഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങാം. താർ ഡെസേർട്ടിലേക്കുള്ള വഴി ശൂന്യവും അതിവിശാലവുമാണ്. 40 കിലോമീറ്ററൊക്കെ വെറും 30 മിനിറ്റിൽ തന്നെ എത്തിച്ചേരാവുന്നതാണ്. അവിടെ ഡെസേർട്ടിൽ സാം ഡ്യൂൺസ് എന്ന ഭാഗത്ത് ഒരു ഡെസേർട്ട് ക്യാമ്പിലാണ് ഇന്നത്തെ താമസം. രാജസ്ഥാനിന്റെ പരമ്പരാഗത രീതിയിലുള്ള സംഗീത നൃത്ത പരിപാടികൾ അവിടെ തുടങ്ങിയിരുന്നുണ്ട്. നമ്മള് ജീപ്പ് സഫാരിക്ക് പോവാം. ചലോ Crazy. അടുത്തെന്താ? Camel safari. ചെറിയ ഭയവും ഒരുപാട് ആവേശവുമാണ് മനസ്സിൽ. ആദ്യമായാണ് ഒരു ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ ഒട്ടകം സാരഥി പാവത്താൻ
പാവം പിടിച്ചവനാ. കയറാണെങ്കിൽ ഓക്കേ. ഈ ഒട്ടകത്തിൽ കയറി മരുഭൂമിയുടെ അഗാധതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ രാജസ്ഥാനിൻ്റെ ആ ഓർമ്മകൾ മനസ്സിലൂടെ മെല്ലെ കടന്നു പോകുന്നു.